കോഴിക്കോട് നഗരത്തിൽ അടുത്തിടെ ഉണ്ടായത് 3 വലിയ തീപിടുത്തങ്ങളാണ്. പക്ഷേ കോഴിക്കോട് പല പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും ഒരു ഫയർ സ്റ്റേഷനുമില്ല. കോഴിക്കോട് മാവൂരിലേക്കാണ്. അവിടെ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നാട്ടുകാർ പലപ്പോഴായി ഈ ആവശ്യമുണ്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങളും പ്രകൃതിക്ഷോഭവും ഉണ്ടാകുമ്പോൾ സഹായം അകലെയാണ് ഈ നാട്ടുകാർക്ക്. ഫയർ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും നശിക്കുകയാണ്. 2016 മാവൂരിൽ ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സെന്ററിനോട് ചേർന്ന പഴയ കെട്ടിടം ഏറ്റെടുക്കുകയും നവീകരിക്കുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്തും MLAയും പലതവണ ഫണ്ടുകൾ അനുവദിച്ചു. കെട്ടിടവും വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഗ്യാരേജും നിർമ്മിച്ചു. എന്നാൽ ഫയർ സ്റ്റേഷൻ മാത്രം ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് കഴിഞ്ഞ 8 വർഷമായി ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വലിയൊരു വീട് കത്തിച്ച സമ്മർദ്ദവും മാവൂരിൽ നടന്ന ഒട്ടുമിക്ക തീപിടുത്തങ്ങളും പരിപൂർണമായി അഗ്നിക്കിരയായ ശേഷം മാത്രമാണ് അഗ്നിശമന സേനയുടെ വാഹനം ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ഒരു സ്ഥിതി മനസ്സിലാക്കി അന്ന് സ്ഥലം MLA PT റഹീം ആ കത്തിയ സ്ഥലം പരിശോധിച്ച സമയത്താണ് പറഞ്ഞത്, നമുക്ക് എവിടെയെങ്കിലും സ്ഥലം നിങ്ങൾ നോക്ക്, നമുക്ക് ഉടനെ തന്നെ ഒരു ഫയർ സ്റ്റേഷൻ ചെയ്ത കല്യാണത്തിന് മുന്നോട്ട് പോകില്ല. ഒന്ന് 24 കിലോമീറ്റർ അപ്പുറത്തും മറ്റൊന്ന് 14 കിലോമീറ്റർ ഇപ്പുറത്തുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉടനെ ചെയ്താൽ സമീപ പ്രദേശത്തെല്ലാം തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും എന്നൊരാശയം വന്നതോടുകൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തന്നെ ഞങ്ങളെ കയ്യിലുള്ള ഞങ്ങൾ കളക്ട് ചെയ്തെടുത്ത ഫണ്ട് ഏതാണ്ട് 2,84,000 രൂപയോളം ഞങ്ങൾ ചെലവാക്കിയിട്ടാണ് ഈ ഒരു സംഭവം തുടക്കം കുറിക്കുന്നത്. അതിനാവശ്യമായ രീതിയിൽ നവീകരണ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യം ഗ്രാമപഞ്ചായത്തിനോട് വെച്ച് ഇതിനപ്പുറത്തേക്ക് ഇനി ചെലവാക്കാൻ ഞങ്ങളെ പണം കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തി ചില്ലാൻ രൂപ മുനീറത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അവർ ചെലവാക്കുകയും അതിനുശേഷം അത് നവീകരിച്ച് ഷെഡ് പരിപൂർണ്ണമാക്കിയപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഓരോ ഘട്ടം ആകുമ്പോഴത്തേക്കും വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അഗ്നിശമന സേന തന്നെ ഇതുപോരാ അതുപോരാ, ഇനി വലിപ്പം കൂട്ടണം, ഇനി സൈഡാക്കി തരണം, വിവിധ ആവശ്യങ്ങൾ പറഞ്ഞു ഇവിടെ വരെ എത്തി. നിലവിൽ ഫയർ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച ഗ്യാരേജിനകത്താണ് മാവൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത്. കൂടാതെ ഫയർ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം കാടുപിടിച്ച് നാശത്തിന്റെ വക്കിലുമാണ്. 9 വർഷം മുമ്പ് ഭിന്നശേഷിക്കാരനായ ചെറുകിട സംരംഭകന്റെ സ്ഥാപനം കത്തിനശിച്ചതോടെയാണ് മാവൂരിൽ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം ശക്തമായത്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി ജനപ്രതിനിധികളും ഒപ്പം നിന്നെങ്കിലും ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ്. ഗ്രാസിം ഫാക്ടറി നിലനിന്ന കാലത്ത് ഫാക്ടറിക്കകത്തെ ഫയർ സ്റ്റേഷനിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, മലപ്പുറം ജില്ലയിലെ വാഴക്കാട്, ചീക്കോട് എന്നിവിടങ്ങളിലെ ദുരന്തങ്ങളെ നേരിട്ടിരുന്നത്. ഗ്രാസിം ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്നോ മുക്കത്തു നിന്നോ ഫയർ യൂണിറ്റ് എത്തേണ്ട അവസ്ഥയാണ്. ഇത് പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് കാലതാമസമുണ്ടാക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചാൽ ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും ഉൾപ്പെടുന്ന മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതബാധിത മേഖലകൾ ഉണ്ടാവുക. ഇവിടങ്ങളിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായേ മതിയാകൂ. അതേസമയം നിലവിൽ ഇലക്ട്രിക്കൽ ജോലിക്കുള്ള ടെൻഡറുകൾ പൂർത്തീകരിക്കാനുള്ള കാലതാമസമാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സം എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നവീകരിച്ച കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഈ വിധം നശിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. വിവിധ പഞ്ചായത്തുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഫയർ സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 4.5 ലക്ഷം രൂപേൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്, ഇലക്ട്രിക്കൽ സിവിൽ വർക്കുകളായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർക്കുകൾ ടെൻഡർ ചെയ്തിട്ട് 3 തവണ ടെൻഡർ ചെയ്തിട്ടും കരാറുകാരും അത് കോട്ട് ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ ടെൻഡറാണ് ചെയ്യുന്നത്. അതായത് മഴക്കാലത്ത് വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ റോഡും ഇവിടെ പുഴയൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളെ റോഡൊക്കെ മുങ്ങുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതായത് വയൽ എല്ലാം നിറഞ്ഞൊഴുകിയിട്ട് ബസ്സൊന്നും ഓടാത്തൊരു സമയം. അപ്പം ഒരു ഫയർ സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമാണ്. PT റഹീം MLA മുതലായ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മൊത്തം കണ്ടു നിൽക്കുകയാണ് എൻ്റെ സ്ഥാപനം കത്തി നശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്പോട്ടിൽ തന്നെ MLA ഉറപ്പ് തന്നൊരു സംഗതിയാണ് ഇവിടെ ഒരു മാവൂർ ഫയർ സ്റ്റേഷൻ എന്തായാലും കൊണ്ടുവരും എന്നുള്ളത്. അപ്പം ഇത് വളരെയധികം ദുഃഖമുണ്ട്, വേദനയുണ്ട്. കാരണം നമ്മൾ നാട്ടിലുണ്ടാവേണ്ട ഒരു സംഗതി ഇതുവരെ ഇത്രയും കാലമായിട്ട് നീട്ടിക്കൊണ്ടുവന്ന് ഇത് വലിയൊരു കഷ്ടം തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ 2017-18 കാലങ്ങളിലുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ നിലവിലുണ്ട്, വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് വരിക അല്ലെങ്കിൽ ഇവിടെ നിലനിർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ
വലിയൊരു ഉപകാരപ്പെടുന്നൊരു അവസ്ഥയാണ്.